എൻ്റെ കുതിര പോയി. ചേരിനെ മാറ്റിയേക്ക്. ഞാൻ ചോദിച്ചു ആർക്കെവിടെ സംശയം? ഇത് നമ്മുടെ മോളല്ലാന്ന് ആരോ നിങ്ങളോട് പറഞ്ഞത്? സംശയം ഞങ്ങളുടെ മോളിലല്ല. നിങ്ങൾക്ക് സംശയം കേട്ടോ? പിന്നെ ആർക്കാ? എവിടെയാണ്? എന്റെ പോത്തിന് മതളകി മാറി ഒരു സാധനവും. അതെ മാഡം, എന്റെ പേര് സത്യശീലൻ. ഇത് ഭാര്യ ശ്യാമളയാണ്. അന്ന് ജനറൽ ആശുപത്രിയിൽ ഞാൻ പ്രസവിച്ച എന്റെ മോളാണിത്, അമ്പിളി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കല്ലേ സംശയം കുട്ടി മാറിപ്പോയിന്ന്? എനിക്കോ? എനിക്കെന്ത് സംശയം? എനിക്കൊരു സംശയമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യണം. ഇവരെന്തീ പറയണേ? അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് കാര്യം നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങളുടെ തോന്നിയാസം പറഞ്ഞത് ഞാൻ എന്ത് തോന്നിയാസം പറഞ്ഞു? നിങ്ങളുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിങ്ങൾ അന്ന് പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണെന്നാണ് റെക്കോർഡ്സിലുള്ളത്. അത് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആശുപത്രിയിലുള്ള ആളുകൾക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ പോലെ വലിയ പോഴന്മാർ അന്ന് അവിടെ ഇരിപ്പുണ്ടാവും. ഹലോ, മൈൻഡ് യുവർ വേർഡ്സ്. ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട നിങ്ങള്. അതെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നല്ല അസുഖം ഉള്ളങ്ങട് കിട്ടും. ഇത് ഓഫീസത്. ഞങ്ങൾക്ക് രേഖ പറയുന്നത് അനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയൂ. വിളിക്കവളെ, ഞാൻ സംസാരിക്കാം അവളോട്. രേഖ ആ രേഖയല്ല, ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ചേട്ടാ, സ്വന്തം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് മാറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന പാവണ്ട് കേട്ടോ. എന്റെ പൊന്ന് സാറന്മാരെ, ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾ കണ്ണു തുറന്നിട്ടോ ഒന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടായിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക. അതെ, ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഇവള്. ഇവളാണാണോ പെണ്ണാണോ? ഇവള് പെണ്ണല്ലേ? തോന്നലല്ല, പെണ്ണാണ്. സത്യശീല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രേഖ പ്രകാരമേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഒരു ഹരിശ്ചന്ദ്ര, 50 രൂപ കിട്ടും. നീയൊക്കെ എന്ത് പണി ചെയ്യുന്ന ഈ നാട്ടിൽ പാട്ടാ? 50 രൂപയ്ക്ക് ഞങ്ങളുടെ പട്ടി വരും. 500 രൂപ കിട്ടാണ്ട് ഞങ്ങൾ അനക്കാൻ പറ്റില്ല. പെണ്ണുപിള്ളേ, എന്റെ സ്വഭാവം വെറുതെ മാറ്റിക്കരുത്. അയ്യോ, സ്വഭാവം മാറ്റി നീ എന്ത് ചെയ്യും? ഞാൻ പോലീസിൽ വിളിച്ചു കൊടുക്കും. പോലീസ് വിളിച്ച് ഞങ്ങളുടെ പട്ടാളത്തിൽ ഇറക്കിക്കും. എന്റെ 2 ആങ്ങളമാര് പട്ടാളത്തിലാ. എന്നാൽ നിങ്ങളുടെ ആങ്ങളമാര് ഇവിടെ വന്നിട്ട് നിങ്ങൾ പട്ടാളത്തേക്ക് പോകാൻ നല്ലത്. മൈൻ പൊട്ടർമാരി അതിന്റെ ശബ്ദം. ശ്യാമളെ, നീ ഒന്ന് അടങ്ങ്. എനിക്കടങ്ങാൻ പറ്റൂല. സത്യശീല, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിൽ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ രേഖ പ്രകാരമേ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുള്ളൂ. അയ്യോ മേഡം, ഞാനത് പറഞ്ഞില്ലേ, അത് ആശുപത്രിക്കാർക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പോഴും ഇവർക്ക് തെറ്റ് പറ്റിയാന്ന് പറയണ്ട. നോക്കൂ മേഡം, സത്യം പറ, ആ കുട്ടി എവിടെ? ഏത് കുട്ടി? അന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജനിച്ച ആ ആൺകുട്ടി എവിടെ? അയ്യോ, അത് ആശുപത്രിക്കാർക്ക് മാറിപ്പോയതാണ് മേഡം. അപ്പൊ ആ മാറിപ്പോയ ആൺകുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടീനെ അവർക്ക് കൊടുക്കൂ. അങ്ങോട്ട് ദഹിക്കുന്നില്ല. എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പറയരുത് മേഡം. നല്ലൊരു കാനഡ ചാൻസ് ഉണ്ട്. കാനഡ ചാൻസ്. കാനഡ അല്ല, പാലട. അത് വൈകിയ മിസ്സാവും. കുട്ടി ഇനിയെങ്കിലും സത്യം പറയൂ. കുട്ടി ആരുടെ കുട്ടിയാ? പറയരുത്. നിങ്ങൾ ഈ വൃത്തികേട് കേട്ടിട്ട് ഇവിടെ നിൽക്കാണോ? അല്ല, പോവാ. അതെ, ഇനി വേറെ വർത്താനത്തിന്റെ യാതൊരു കാര്യമില്ല. നല്ല തെളിവ് എന്റെ കയ്യിലുണ്ട്. ആ തെളിവായിട്ട് ഞാൻ വരാം കേട്ടോ. നടക്കണേ ശ്യാമളെ, പോവാം.